ബണ്ണി, ബാക്കിയുള്ളവരെല്ലാം എവിടെ പോയി? അവര് സിനിമയ്ക്ക് പോയി. അതെന്താ? ഇന്നെന്റെ ബർത്ത്ഡേയാ, ഞാൻ ട്രീറ്റ് ചെയ്തതാ. ഓ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പിന്നെ ബണ്ണി എന്താ പോവാത്തെ? താൻ ഒറ്റയ്ക്കിരിക്കേണ്ടി വരും ഓർത്തിട്ടാ. ഇറ്റ്സ് ഓക്കെ, ബണ്ണി പൊയ്ക്കോ. അതായത് ഞാൻ ഒറ്റയ്ക്ക് പോണമെന്നല്ലേ? അവിടെ ചെന്ന് കഴിയുമ്പോ അവരെല്ലാം ഉണ്ടാവില്ലേ? ഞാനും കൂടി പോയി കഴിഞ്ഞാൽ അത്രയും നേരം താനോട് ഒറ്റയ്ക്കായി പോവില്ലേ? ഇതിന്റെ അർത്ഥം ഞാനും കൂടി വരണമെന്നല്ലേ? നോക്ക്, എനിക്കിതൊന്നും തീരെ ഇഷ്ടമല്ല. എന്തിനാ നോക്കുന്നത്? ഞാൻ വരില്ല. എന്തിനാ ക്ലാസ് കെട്ടിയത് സിനിമയ്ക്ക് പോകുന്നത്? ബണ്ണി, ആ റൗഡികൾ അവിടെ നിൽക്കുമ്പോ നമ്മൾ എങ്ങനെയാ പോവാ? എന്താ മോനെ ബണ്ണി? സർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ടി.സി. ഒഴിച്ച് എന്ത് വേണേലും ചോദിച്ചോ. ഇത് കോളേജ് ഓതോ റൗഡികളുടെ ക്യാമ്പോ? ഞാൻ റൗഡീസ് നിർത്തിയിട്ട് 25 വർഷമായില്ലേ. അവൻ പറഞ്ഞ യഥാർത്ഥ റൗഡികളെ കുറിച്ചാ. ഇവിടെ ഞാനല്ലാതെ വേറെ റൗഡികൾ ആരാടാ? ആരാ? ഓ ദേ അവിടെ. ഓ അവരാണോ? അവര് മഹാലക്ഷ്മിയുടെ സെക്യൂരിറ്റി അല്ലേ? എന്നാ ഞാനും ആരെങ്കിലും സെക്യൂരിറ്റി കൊണ്ടുവരട്ടെ? നിനക്ക് എന്തിനാ സെക്യൂരിറ്റി? മഹാലക്ഷ്മി സോമരാജിന്റെ മകളാ. എന്റെ അച്ഛൻ അതിലും വലിയ ആളായിരുന്നു. ഞാൻ നാളെ 100 സെക്യൂരിറ്റിയെ കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ ഇവന്റെ ടി.സി. കൊടുത്ത് പറഞ്ഞു വിട്ടാരേ സാർ. നിന്റെ ആരെ ചോദിച്ചേ? സർ, അവരുള്ളതുകൊണ്ട് എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല സർ. ഏത് കാര്യത്തിലാ? ഞാൻ പഠിക്കുന്ന കാര്യമാ പറഞ്ഞത്. നീയും പഠിക്കാൻ തുടങ്ങിയോ? ഞാനും പഠിക്കാൻ തുടങ്ങിയോന്നോ? അപ്പൊ 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 സാറിനെ കളിയാക്കിയതാ? നോനോ, നിനക്ക് അങ്ങനെ തോന്നിയതാ അല്ലടാ? അങ്ങനെ തന്നെ എനിക്കും തോന്നിയത്. അപ്പൊ അങ്ങനൊന്നും അല്ലേ സാർ ഉദ്ദേശിച്ചത്? നീ കൂടുതലൊന്നും. നിങ്ങൾ എന്ത് വേണമെങ്കിലും ഉദ്ദേശിച്ചോ, പക്ഷെ അവരിവിടെ ഉണ്ടാവാൻ പാടില്ല. ശരി. ഹലോ, അകത്തേക്ക് വരൂ. എന്തിനാ? അല്ല, ഇവിടെ നല്ല ചൂടാണല്ലോ, അകത്ത് വന്നിരിക്കാം. അതൊന്നും സാരമില്ല, ഇവിടെ ഇരുന്നോളാം. അയിനോ, എനിക്കറിയാം റൗഡികൾ എവിടെ ഇരിക്കണമെന്നുള്ള അവരുടെ ഇഷ്ടമാ. പക്ഷെ അവൻ ടി.സി. ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? എന്ത് ടി.സി.? ടി.സി. അല്ല, എ.സി. എ.സി. വന്നിരിക്കാമെന്നാ ഞാൻ പറഞ്ഞത്. എ.സിയോ? എവിടെ ഉണ്ട്? എന്റെ റൂമിലുണ്ട്. വരൂ പ്ലീസ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ പ്ലീസ്. ഞങ്ങൾ അവിടെ ഇരുന്നാൽ സാർ ഇവിടെ ഇരിക്കും. നിങ്ങൾ അനുവദിച്ചാൽ അവിടെ എവിടെയെങ്കിലും ഒരു മൂലയിൽ ഇരുന്നോളാം. ഇത്രയും പോരെ? എ.സിയിലിരുന്ന് കളിക്കാണോ? നമുക്ക് പോയാലോ? വരൂ. സോറി സാർ. ആഹാ, നല്ല തണുപ്പുണ്ടല്ലോ. എ.സി. അല്ലേ, തണുക്കാതിരിക്കുമോ? എന്നാൽ എനിക്ക് എന്താണെന്നറിയില്ല, നല്ല ചൂട്. ബണ്ണി, നമുക്ക് എന്റെ കാറിൽ പോവാം. ഏയ്, കാറിൽ പോയിട്ട് എന്ത് കാര്യം? ബൈക്കിൽ പോകുന്നല്ലേ ഒരു ത്രില്ല്. ആരെങ്കിലും കണ്ടാലോ? തനിക്ക് ആ പ്രശ്നമല്ലേ ഉള്ളൂ. ഡോണ്ട് വറി. തലകുനിക്ക്. അണ്ണാ, അവൻ മോളെ അടിച്ചിട്ട് പോകുന്ന. മോളെ കൊണ്ട് പോകുന്നു. അത് തുറക്കാൻ പറ്റത്തില്ല, പുറത്തൊന്ന് കുറ്റിയിട്ടിരിക്കുവാ. ഇയാള് മനഃപൂർവ്വം നമ്മൾ ഇതിനകത്ത് കയറ്റി അടച്ചതാ. എടോ, ഇതിനാണല്ലേ ഞങ്ങളെ എ.സി. ഗീസി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? എനിക്കൊന്നും അറിയില്ല സാർ. കള്ളം പറയുന്നത് എന്തിനാ സാർ? അവൻ പറഞ്ഞതിന്റെ പേരിലല്ലേ സാർ വരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? നോ നോ, പറയരുതല്ലേ സാർ. അവനോട് സംസാരിച്ചു പറയുന്നേ മാത്രമേ സത്യമുള്ളൂ സാർ. എന്നാൽ അവൻ പുറത്തൊന്ന് കുറ്റിയിട്ടളയെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സാർ. കർത്താവാണ് മദർ പ്രോമൈസ്. ബിലീവ് മീ സാർ. ഈ കാര്യം അണ്ണൻ അറിയുകയാണെങ്കിൽ തന്റെ തല ഉണ്ടാവില്ല, കള്ള നാറി. തേരി പറയല്ലേ സാർ. ടെൻഷൻ ആക്കാതെ. വണ്ടിയിൽ അവനാണോ മോളാണോ ആദ്യം കയറിയത്? ആര് കയറിയാലെന്താ, കുഴപ്പമില്ലല്ലോ. എ.സി. കൂട്ടിയിട്. എന്റെ ഡാഡി. അങ്ങോട്ട് നോക്കണ്ട, കാണാത്ത പോലെ ഇരുന്നോ. ഹലോ അണ്ണാ. എടാ, മോള് കോളേജിൽ തന്നെ ഉണ്ടല്ലോ. ഹലോ 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 ഹലോ. എടാ, റേഞ്ച് ഉള്ളിടത്തേക്ക് മാറി നിൽക്ക്. ഹലോ 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 അണ്ണാ, ഈ കോളേജിൽ എങ്ങും റേഞ്ച് കിട്ടുന്നില്ല. സാർ, ആ ജനലടുത്ത് നിന്നാ നല്ല റേഞ്ച് കിട്ടും. നീ മിണ്ടരുത്, നീ മിണ്ടിപ്പോരുത്. ഞങ്ങൾ ഇവിടെ മര്യാദയ്ക്ക് കളിച്ചോണ്ടിരുന്നപ്പോ എ.സി. ഇട്ട് തണുപ്പിക്കാന്ന് പറഞ്ഞ് ഇവിടെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. നിന്റെ ഈ അവിഞ്ഞ മുഖത്ത് ഞാനോ. മര്യാദക്ക് സംസാരിക്കുക. ഇദ്ദേഹം ആരാണെന്ന് അറിയാമോ? ഇദ്ദേഹത്തിന്റെ പൊസിഷൻ എന്താണെന്ന് അറിയാമോ? പണ്ടേ നാട് ഉറപ്പിച്ചിരുന്ന വലിയ റൗഡിയാ. അറിയാമോ? നമ്മൾ റിട്ടയർഡ് റൗഡീസ്. അവർ ഇപ്പോഴത്തെ ദാദാസ്. നമ്മളാ ഒതുങ്ങേണ്ടത്. അതെന്തിനാ സാർ?
ഒന്ന് കാണിച്ചു കൊടുക്ക് സാർ. വേണ്ട, ഷർട്ട് അഴിച്ച വേണ്ട. പാടൊന്ന് കാണിച്ചു കൊടുക്ക് സാർ. ഔ, വെട്ടിച്ച പാട് കാണിച്ചു കൊടുക്ക് ഇത് സാർ. എന്നെ കൊണ്ട് കാണിച്ചു കൊടുക്ക് സാർ. അമ്മോ. പന്നം. അണ്ണാ വേണ്ട അണ്ണൻ. എന്റെ അമ്മോ, ഞാൻ ആ മഹാലക്ഷ്മിയുടെ ക്ലാസ് എവിടെയാ? മുകളിൽ ബി സെക്ഷൻ. ഓ മുകളിലാണല്ലേ? പറയടോ, നീ ചെന്ന് പറ. നിങ്ങളുടെ മോൾ ഏതോ ഒരുത്തന്റെ കൂടെ ബൈക്കിൽ കയറി പോയെന്ന് ചെന്ന് പറ. കൂതറ പ്രിൻസിപ്പാളെ, അലവലാതെ ചേറ്റേ. ചക്കരേ തുറന്നടാ, നിക്കണോടെ, നിക്കണം. എവിടെ പോയിരിക്കായിരുന്നു? മൂത്രം ഒഴിക്കാൻ പോയണ്ണ. ഒരു വീക്കെൻഡ് ഫോൺ ചെയ്തിട്ട് എടുക്കാത്തോ? മൂത്രപ്പരയിൽ റേഞ്ച് ഇല്ലണ്ണ. ആ. മോള് ഉണ്ട്. ഇനി മൂത്രം ഒഴിക്കണ്ട. ഞാൻ ആകെ ടെൻഷനായി. അണ്ണാ അണ്ണൻ അങ്ങനെയൊക്കെ പറയും. എനിക്ക് മുട്ടിയാ ഞാൻ പോവും. മഹാലക്ഷ്മിയെ നോക്കിയതിനൊരുത്തന്റെ കണ്ണു പൊട്ടിച്ചതാ. ഇപ്പോഴത്തേക്ക് നിന്നെ വെറുതെ വിടുന്നു. നിനക്ക് ജീവിതം ഒരുപാട് ബാക്കിയുണ്ട്. പൊയ്ക്കോ. അല്ലേട്ടാ, മഹാലക്ഷ്മി ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോ നീ ആരാടോ അവിടെ ഐസ്ക്രീം തെറ്റിക്കാൻ? ക്ഷമിക്കണം ചേട്ടാ, ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ചേട്ടാണ് സത്യം. എന്താടാ അണ്ണൻ ചാവാനാണോ? അയ്യോ അല്ലേട്ടാ. ഓയ്! ആവർത്തിച്ചാൽ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. പിച്ചക്കാര്. അമ്മോ മോശം. അവർ കൂടി മോശമായത്. ദേവസ്യ സാർ, ദേവസ്യ സാർ, സാറ് കരയാണോ സാർ? വെറും കരച്ചിലല്ല ബണ്ണി, രോദനം, മനോവേദന, ആർത്തനാദം. എന്തൊരു തെറിയാവന്മാര് വിളിച്ചത്. അവർക്കത് വിളിക്കാൻ എങ്ങനെ തോന്നി? അതെ ബണ്ണി, അവർ വിളിച്ച തെറിക്ക് മനുഷ്യരാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ എപ്പോഴേ തൂങ്ങിച്ചത്തേനെ. ഒരു പ്രിൻസിപ്പലായിട്ട് പോലും ജീവിച്ചിരിക്കുന്ന കണ്ടില്ലേ? അതൊരു പിയൂണിനെ പോലെ തലതല്ലിച്ചത്തേനെ. സത്യമാ ബണ്ണി? സാർ, ഈ പ്രശ്നമല്ല ഞാൻ കാരണമല്ല ഉണ്ടായത്. എനിക്ക് ടി സി തന്നേക്ക് സാർ. കുറച്ച് വെള്ളം കോരി ഒഴിക്കും. തന്നെ ഊരി വെള്ളം ഒഴിക്കണോ? തന്റെ അച്ഛന് തന്നെ തീരെ വിശ്വാസമില്ല അല്ലേ? അങ്ങനെയല്ല, സ്നേഹക്കൂടുതലാ. എനിക്ക് എന്തോ ഇത് സ്നേഹമായിട്ടല്ല തോന്നുന്നത്. അച്ഛന് തന്നെ സംശയം. വാട്ട്? അതേ മഹി, സ്നേഹത്തിൽ വിശ്വാസം വേണ്ടത്, അല്ലാതെ സംശയം ആവരുത്. ഒരുപക്ഷെ തന്റെ അച്ഛന് തന്നെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നെങ്കിൽ ട്രാഫിക്കിൽ കണ്ടത് തന്നെയാണെന്ന് ഒരിക്കലും സംശയിക്കില്ലായിരുന്നു. ഇങ്ങനെ കോളേജിൽ എങ്ങനെ ചെക്ക് ചെയ്യാനും വരില്ലായിരുന്നു. വാട്ട് ആർ യു സേയിങ്? തന്നെ അച്ഛന് വിശ്വാസം ഇല്ലെന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ റൗഡികളെയും കൂട്ടി വിടുമായിരുന്നു. ആലോചിക്കേ. അമ്മേ, അച്ഛൻ എന്നെ തീരെ വിശ്വാസമില്ലെന്ന് ചോദിക്കേ. എന്തിനാ മോളെ ഇങ്ങനെ വിശ്വാസമില്ലെന്ന് പറയുന്നത്? നീ എന്റെ ജീവനല്ലേ? എന്നാ ഇനി മുതൽ അവരാരും എന്റെ കൂടെ വരണ്ടെന്ന് പറ. അവര് വന്നാ ഞാൻ കോളേജിൽ പോവില്ല. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ മോളെ. നമ്മൾ വലിയ പണക്കാരല്ലേ. മോൾക്ക് സെക്യൂരിറ്റി തന്നില്ലെങ്കിൽ നമുക്കല്ലേ അതിന്റെ മോശം. നിനക്കെന്താ ഭ്രാന്ത? എന്ത് വിലയുള്ള സാധനങ്ങൾ ഈ എറിഞ്ഞു പൊട്ടിക്കുന്ന തല്ലുകൊള്ളും പറഞ്ഞേക്കാം. നീ മിണ്ടരുത്. അവൾക്ക് ദേഷ്യം വന്നാൽ ലക്ഷക്കണക്കിന് വിലയുള്ള സാധനങ്ങൾ ചിലപ്പോൾ പൊട്ടിച്ചെന്നിരിക്കും. അവൾ എന്റെ മോളാ, പൊട്ടിച്ചോട്ടെ. മോളെ മഹി, എന്റെ പൊന്നല്ലേ. ഇങ്ങനെ വീശി എറിഞ്ഞാ മോളുടെ കൈ വേദനിക്കുള്ളൂ അച്ഛന്റെ പേടി. അതുകൊണ്ടല്ലേ പറയുന്നത്. എന്റെ തങ്കമല്ലേ, അച്ഛന്റെ പുന്നാര മോളല്ലേ. വഴക്കിടല്ലേ. നാളെ മുതൽ ഒരുത്തനും കോളേജിൽ പോയിക്കരുത് കേട്ടല്ലോ. ഓക്കെ അല്ലേ? അല്ലേ മോളെ? അങ്ങനെ അണ്ണന്റെ ഒരു വലിയ ടെൻഷൻ തീർന്നു. ഇന്നെന്റെ മയിലിന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. ഞങ്ങളത് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാ. മയിലോ? എന്ത് മയിലേ? മയിലെന്ന് പറഞ്ഞാൽ മനസ്സിലെ മയില്. അക്ഷരം മാറ്റണം. വേണ്ടെങ്കിൽ വിട്ടോ സാറേ, ഞങ്ങൾ എൻജോയ് ചെയ്യട്ടെ. ഫ്രണ്ട്സ്, സുധീർ ഇതിനു മുമ്പ് ഈ കോളേജിൽ ഉണ്ടായിരുന്നു. ഇനിയും നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും. പ്ലീസ് വെൽക്കം. മണ്ണി, എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും ഞാൻ ഈ കോളേജിൽ വരുമെന്നും
എല്ലാവരെയും കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതിയതല്ലേ. സുധീർ, എന്താ ഇത്? നീ ഒരു കളക്ടർ ആവണം നിന്റെ അച്ഛനമ്മമാരുടെ മോഹം. ഉഴപ്പി നടക്കരുത്, അത് നിറവേറ്റണം. ബണ്ണി മോനെ, നീ എന്നും മറ്റുള്ളവർക്ക് ഉപകാരിയായിരിക്കുമെന്ന് ഒരു മഹത് വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ആസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ് ഇപ്പോൾ നിനക്ക് 100 മാർക്ക് തരിക ഞാൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സർ. എങ്ങനെയാ ഞാൻ നന്ദി പറയേണ്ടത് നിന്നോട്? ദായി കണ്ണീര് പോരെ. ഗുഡ് മോർണിംഗ് സർ. ആ മഹാദേവൻ, വാ വാ വാ, ഇരിക്കിരിക്കും. അല്ല, എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? ഒന്നുമില്ല സർ, സാറിന്റെ മോളുടെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തരാമെന്ന് കരുതി. എടാ മോനെ തരുൺ, സർ എന്റെ മകനാണ്, അങ്ങ് അമേരിക്കയിലാണ്. എനിക്കറിയാം, എന്റെ മോളെ ഇവന് വേണ്ടി കല്യാണം ആലോചിക്കാൻ വന്നാണല്ലേ? സർ അത് നീ ഒന്നും വേണ്ട. സൂട്ടും കോട്ടും ഒക്കെ ഇട്ടാൽ സ്റ്റാറ്റസ് ഉണ്ടാവുന്ന കരുതിയോ? നിനക്ക് എന്റെ ഒരു രോമത്തിന് വിലയുണ്ടോടാ? എന്റെ കയ്യിൽ നിന്ന് വീഴുന്ന എച്ചിലിന് വേണ്ടി എന്റെ കാൽക്കൽ ഒരു പട്ടിയെ പോലെ നടന്നൊക്കെ മറന്നുപോയോ നീ? ഓരോ മനുഷ്യന്റെ അവസ്ഥ എന്നും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ സർ. ഈ 20 വർഷം കൊണ്ട് ഞാൻ ഒരുപാട് വളർന്നു. ശരിയായിരിക്കും. 20 വർഷം മുമ്പ് എന്റെ ഷൂവിന്റെ വില വെറും 500, ഇപ്പൊ അത് 5000. വില കൂടുതലാണെന്ന് പറഞ്ഞ് ഈ ഷൂ എടുത്ത് എന്റെ തലയിൽ വെക്കാൻ പറ്റില്ലല്ലോ. കാലില് തന്നെ ഇടണം. നീയും ഇതുപോലെയാ. എന്റെ മോള് മഹാറാണിയാ. അവളെ ഒന്ന് നോക്കണമെങ്കിൽ പോലും നീ നിന്റെ മോന് ഇനി ഒരു ജന്മം കൂടി ജനിക്കണം. ക്ഷമിക്കണം സാർ, എന്നോടൊന്നും തോന്നരുത്. അങ്ങനെയൊന്നും ആഗ്രഹിച്ചു പോയി. സാർ എന്നെ എന്ത് പറഞ്ഞാലും എനിക്കൊരു ദേഷ്യമില്ല. വരട്ടെ സാർ. വടാ. എന്റെ മോളെ ചോദിക്കാറായോടാ? വരട്ടെ. അവളെ കെട്ടേണ്ടവൻ അത്ര ടോപ്പില് ആകാശത്തിലാ ഉണ്ടാവേണ്ടത്. ഹായ്, ബ്യൂട്ടിഫുൾ. ഈ ഡ്രസ് സെലക്ട് ചെയ്യാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയോ? എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഒക്കെ മഹി പറഞ്ഞിട്ടല്ലേ? പക്ഷെ രാത്രിയിൽ എങ്ങാനും എന്റെ ഡാഡി എണീറ്റാലോ? ആ പേടിയെ വേണ്ട. നിങ്ങളുടെ വീട്ടിലെ പാലിൽ ഞാൻ മയക്കുമരുന്നിട്ടു. അത് കുടിച്ച് അച്ഛനും അമ്മയൊക്കെ സുഖമായിട്ട് ഉറങ്ങുക. ഇന്നിനി എണീക്കില്ല. അതൊക്കെ വിട്. വന്ന് ഈ അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യ്. കമോൺ. ഹലോ സ്കൈ, മൂൺ, സ്റ്റാർസ്, ഓഷ്യൻ, ലെറ്റ് മീ സെലിബ്രേറ്റ് മഹി ഓൺ യുവർ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു മഹാലക്ഷ്മി. ഇത് ശരിക്കും ത്രില്ലിംഗ് ആണ് ബണ്ണി. ഇങ്ങനെ ഭൂമിക്കും ആകാശത്തിനും മധ്യത്തിൽ നിലാവത്തെ സമുദ്രത്തെ കണ്ടുകൊണ്ട് എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാന്ന് പറഞ്ഞ ഇറ്റ്സ് റിയലി ഫാന്റാസ്റ്റിക്. ഓ യെസ്, ഇത് മാത്രമല്ല, ഇനി ഇതുപോലെ കുറെ ഉണ്ട്. വാ കാണിച്ചു തരാം. ചേട്ടാ, ഒരു സ്പെഷ്യൽ ടീ എടുക്കും. ഇപ്പൊ തരാം. ഹായ് ഫ്രണ്ട്സ്, വാ വാ വാ. ഇന്ന് മഹാലക്ഷ്മിയുടെ ബർത്ത്ഡേയാ. എല്ലാവരും ഈ ബണ്ണ് വാങ്ങിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ പറ. ദാ പിടിച്ചോ. ഹാപ്പി ബർത്ത്ഡേ ടു യു മഹാലക്ഷ്മി. എന്തെങ്ങനെ നോക്കുന്ന? ഇത് ശരിക്കും ത്രില്ലിംഗ് ആയിട്ടുണ്ട്. തീർന്നില്ല, ഇനിയാണ് ഗാനമേള, റെക്കോർഡിംഗ്, ഡാൻസ്. കാണാൻ പോകുന്നേ ഉള്ളൂ. ബണ്ണി, എന്താ ഇതൊക്കെ? ഇറങ്ങി പറയാം. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ. നീ ദിവസം ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാറുണ്ടോ? ഞാൻ മാത്രമല്ല, പാവപ്പെട്ടവരല്ല എന്നും ഇതൊക്കെ എൻജോയ് ചെയ്യും. വലിയ കാശുകാര് നിന്നെ പോലെ AC റൂമിൽ കയറി ഇരിക്കുകയും ചെയ്യും. ബണ്ണി,
ആ? എനിക്കും ഒന്ന് ഡാൻസ് ചെയ്യാൻ തോന്നുന്നു ബണ്ണി. അതെയോ? വാ. എന്താ ബണ്ണി ഇവിടെ? ഒരു പണിയില്ല. എന്നാ പിന്നെ കുറച്ച് മീൻ പിടിച്ച് കറിയൊക്കെ വെച്ചിട്ട് നിന്നെ ഡിന്നറിന് വിളിക്കാന്ന് കരുതി. ഡിന്നറോ? ഇന്ന് പറ്റില്ല ബണ്ണി. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വലിയൊരു പാർട്ടി ഉണ്ട്. ഓ പിന്നെ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും പാർട്ടിയല്ലേ? ഇന്നൊരു ദിവസം ഡിന്നർ എന്റെ കൂടെയാക്ക്. നടക്കില്ല. ഇന്നത്തെ പാർട്ടിയിൽ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അച്ഛനോട് സംസാരിക്കാൻ പോവാം നമ്മുടെ ലവ് അഫെയറിനെ പറ്റി. നമ്മുടെ അഫയറോ? അതിന് നമ്മളെപ്പോഴാ പ്രേമിച്ചത്? എന്താ പറഞ്ഞേ? അതേന്നെ, നമ്മൾ തമ്മിൽ പ്രേമിച്ചിട്ടുണ്ടോ? ബണ്ണി ബി സീരിയസ്. ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞേ. ഞാൻ തന്നെ പ്രേമിച്ചിട്ടൊന്നുമില്ല. നമ്മൾ പരിചയപ്പെട്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ തന്നെ പ്രേമിക്കുന്നു എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് ഓർത്തു നോക്കി. പിന്നെന്തിനാ ബണ്ണി അന്നെ ലൈറ്റ് ഹൗസിൽ കൊണ്ടുപോയി കേക്ക് ഒക്കെ മുറിച്ചത്? എന്താ മഹി, കേക്ക് മുറിച്ച പ്രേമാണെന്നാണോ? അപ്പൊ നമ്മളന്ന് ഒരേ ചായ കുടിച്ചതോ? ഒരു ചായ കുടിച്ചെന്ന് കരുതി പ്രേമാവോ? അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടി അന്ന് ബൈക്കിൽ കുറെ കറങ്ങിയത്? ബൈക്കിൽ കറങ്ങിയെന്ന് കരുതി പ്രേമാവോ? നോക്ക് മഹി, നമുക്കിടയിൽ ഫ്രണ്ട്ഷിപ്പ് പ്രേമമായി കാണരുത്. എനിക്ക് പ്രേമം എന്ന് പറഞ്ഞ ഇഷ്ടമേ അല്ല. ഐ എം വെരി സോറി. മോളെ 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 നീ കാര്യം പറ. നീ എന്തിനാ തല്ലി പൊട്ടിക്കുന്നെ? അണ്ണനും കൂടെ വല്ലതും തട്ടിപ്പൊട്ടിക്കണ്ട. ഞാൻ പറയുന്ന കാര്യമുണ്ട്, പൊട്ടിക്കണ്ട. തട്ടിപ്പൊട്ടിക്ക്. ഞാൻ പറയുന്ന പോലെ ഈ കാര്യമുണ്ടെന്നാ പൊട്ടിക്ക്. ഡാഡി, എന്താ മോളെ? എന്തിനാ ഡാഡി ഇതൊക്കെ തല്ലി പൊട്ടിക്കുന്നത്? നീ ഇതൊക്കെ തല്ലി പൊട്ടിച്ച് എന്തിനാണെന്ന് പറ മോളെ. ഇന്ന് എന്നെ ഒരുത്തൻ ഇൻസൾട്ട് ചെയ്തതുകൊണ്ടാ. ആരവൻ? അവന്റെ പേരെന്താ? ബണ്ണി. സൂര്യ, അണ്ണാ അവൻ ആരാണെന്ന് വെച്ചാ പോയി പിടിച്ചോണ്ട് വാ. എനിക്കവനെ ഇഷ്ടം. അവിടെ നിൽക്കേ. എന്താ എന്താ പറഞ്ഞേ? എനിക്ക് ബണ്ണിയെ വേണം ഡാഡി. അവനില്ലെങ്കിൽ ഞാൻ മരിക്കേയുള്ളൂ. വർഷങ്ങൾക്ക് ശേഷം എന്റെ മോളിനോട് ആദ്യമായി സംസാരിച്ച് ഇതിനു വേണ്ടിയായിരുന്നല്ലേ? എനിക്ക് ബണ്ണിയെ വേണം ഡാഡി, ഇല്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ മരിക്കും. അയ്യോ മോൾ അങ്ങനെയൊന്നും പറയരുത്. ചെന്ന് ഒന്ന് എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വാ. എന്താ? എടാ ചെവിയും കേക്കില്ല നിനക്ക്. എനിക്ക് അവനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വരാൻ. മോളെ ഇനിയെങ്കിലും കഴിക്കാലോ. ആദ്യം ബണ്ണി വരട്ടെ.